ഇന്നത്തെ വ്യാപാരത്തിൽ ഹോട്ടൽ സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി 3.5% നേട്ടം നൽകുന്നത്. 1.37% നേട്ടത്തിൽ EIHും മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം ഓറിയന്റൽ ഹോട്ടൽസ് 2.24% നേട്ടം നൽകുന്നു. റോയൽ ഓർക്കിഡ്, ഡ്രീം ഫോക്സ്, മഹീന്ദ്ര ഹോളിഡേയ്സ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു മികച്ച മുന്നേറ്റം ഇന്നത്തെ വ്യാപാരത്തിൽ കടന്നു വന്നിട്ടുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ലെമൺ ട്രീ ഹോട്ടൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിലവിൽ 1.42% ഒരു ഇടിവ് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹോട്ടൽ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ G20 സബ്മിറ്റ്, ഒപ്പം ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നീ പ്രധാനപ്പെട്ട ഇവന്റ്സിന് പോയ ഒരു വർഷം 2023 വർഷത്തിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ച സമയത്തും ആവറേജ് റൂം റേറ്റ്, റൂം ഒക്യുപ്പൻസി എന്നിവയിലൊക്കെ തന്നെ ഹോട്ടൽ മേഖല മികച്ച ഒരു മൂവ്മെന്റ് പ്രകടമാക്കിയിട്ടുള്ളതാണ്. ഡൊമസ്റ്റിക് ടൂറിസം, റിവൈവൽ ഓഫ് ഫോറിൻ ടൂറിസം, പ്രത്യേകിച്ച് കോവിഡ് അനന്തരം എയർലൈൻ മേഖലയും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആളുകൾ അത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ മേഖല നിരന്തരം കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വെല്ലുവിളികൾക്കിടയിലും സ്റ്റഡി ഗ്രോത്ത് ഏവിയേഷൻ മേഖല പ്രകടമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ പ്രകാരം ഡൊമസ്റ്റിക് എയർ പാസഞ്ചർ ട്രാഫിക് 2023 റെക്കോർഡ് ഉയരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായിട്ടുള്ള നെറ്റ്വർക്ക് തോട്ട്സ് റിപ്പോർട്ട് പ്രകാരം 2023 ആഭ്യന്തര വിമാന ഗതാഗതം 2019 14.4 കോടി എന്ന റെക്കോർഡ് മറികടന്ന് 15.2 കോടി എന്ന എക്കാലത്തെയും നേട്ടം കൈവരിച്ചിട്ടുണ്ട്. സോ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഈ രണ്ട് മേഖലകളും കണക്റ്റഡ് ആണ് എന്ന് തന്നെ പറയാം. ഇത്രയേറെ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിന്റെ എണ്ണത്തിലുണ്ടായ വലിയ മുന്നേറ്റം ഓട്ടോമാറ്റിക്കലി ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വലിയ നേട്ടം തന്നെയാണ് നൽകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഹോട്ടൽ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു മൂവ്മെന്റ് 2023 ഒരു പകുതിക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ലെമൺ ട്രീയെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള മോത്തിലാൽ ഓസ്വാളിന്റെ 2024 ഏറ്റവും മികച്ച പിക്കുകളിൽ, അതായത് ടോപ്പ് പിക്കുകളിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത്. ശക്തമായ ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് സെക്ടറൽ ടെയിൽ വിൻഡുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യത എന്നുള്ള ഒരു നിലയ്ക്കാണ് ബ്രോക്കറേജ് ഈ ഒരു സ്റ്റോക്കിനെ മുന്നോട്ട് വെക്കുന്നതും. നിലവിൽ ലെമൺ ട്രീയുടെ ഓഹരികൾ 128 രൂപ എന്നുള്ള ഒരു നിലവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നൽകിയ ഒരു ബൈ റെക്കമെൻഡേഷൻ പ്രകാരം 135 രൂപ എന്നുള്ള ഒരു ലെവലിൽ നിന്നും 150 രൂപയിലേക്കാണ് ബ്രോക്കറേജ് പുതിയ ഒരു ടാർഗറ്റ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ലെമൺ ട്രീ ഹോട്ടലുകളുടെ ഓഹരി വില 2023 40% ഒരു ഉയർച്ചയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബെഞ്ച്മാർക്ക് സൂചികയായിട്ടുള്ള സെൻസെക്സിനെ, അതായത് 19% ഒരു ഉയർച്ചയ്ക്കെതിരെ മികച്ച ഒരു മൂവ്മെന്റ് ആണ് ഓഹരി കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. NCR പോലുള്ള മേഖലകളിൽ മികച്ച മുന്നേറ്റത്തിന് ഒരുങ്ങുന്ന സ്റ്റോക്കിന്റെ ഓവറോൾ ടോപ്പ് ലൈനിന്റെ 20%, വരുമാനത്തിന്റെ 17% മുംബൈ കേന്ദ്രീകരിച്ചാണ്. ഈ നഗരങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും മന്ദഗതിയിലുള്ള ഒരു സപ്ലൈയും കൂടി കണക്കിലെടുത്ത് കമ്പനിയുടെ വളർച്ചാ പാതയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സാധ്യതയാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത്. ഈ അടുത്ത് ലെമൺ ട്രീ മുംബൈയിൽ ഔറിക സ്കൈ സിറ്റി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഉയർന്ന നിലവാരമുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ലക്ഷറി സെഗ്മെന്റിന്റെ ആവശ്യകതയുടെ പ്രധാന ഗുണഭോക്താവാകാനായിട്ട് ഈ കമ്പനിക്ക് കഴിയും എന്ന് തന്നെയാണ് ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത്. 2026 സാമ്പത്തിക വർഷത്തോടെ എബിഡയ്ക്ക് മുൻപുള്ള വരുമാനത്തിന്റെ 23%, ഒപ്പം കൺസോളിഡേറ്റഡ് റവന്യൂവിന്റെ ഏകദേശം 21% ഈ ഹോട്ടൽ സംഭാവന ചെയ്യുമെന്ന് തന്നെയാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. അതേസമയം 2026 സാമ്പത്തിക വർഷത്തോടെ ലെമൺ ട്രീ മാനേജ്മെന്റ് ഫീസ് 94.3 കോടി എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തുമെന്നും 2023 സാമ്പത്തിക വർഷത്തേക്കാൾ 38% വാർഷിക വളർച്ചാ നിരക്കായിരിക്കും ഇതെന്നുമാണ് അനുമാനിക്കപ്പെടുന്നത്. 2027 സാമ്പത്തിക വർഷത്തോടെ 3354 മാനേജ്ഡ് റൂംസ് പ്രവർത്തനക്ഷമമായതിനു ശേഷം ഈ ഒരു കാറ്റഗറിയിൽ മുറികളുടെ ഷെയർസിന്റെ ഒരു അവലോകനം പരിശോധിച്ചാൽ 55% ഉയർന്ന ഒരു രീതിയിലേക്ക് എത്തും എന്നും ബ്രോക്കറേജ് അനുമാനിക്കുന്നുണ്ട്. ലെമൺ ട്രീ അതിന്റെ ഒരു റോഡ് മാപ്പിൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ഷൻ തുടരാനുള്ള ഒരു സാധ്യത വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിട്ടാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത്. 2028 കലണ്ടർ വർഷത്തോടെ മൊത്തം റൂം ശൃംഖല എന്ന് പറയുന്നത് 20,000-ലധികം എന്ന ഒരു രീതിയിലേക്ക് എത്തുമെന്നാണ് കമ്പനിയെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ബ്രോക്കറേജുകൾ പങ്കിടുന്നത്. സുസ്ഥിരമായ ഡിമാൻഡും പ്രധാന വിപണികളിൽ അടുത്തിടെ തുറന്ന കൺവെൻഷൻ സെന്ററുകളിൽ നിന്നുള്ള ഒരു ഉത്തേജനവും ഒക്കെ ഉൾക്കൊണ്ട് റൂം ഒക്യുപ്പൻസി അത്തരത്തിലുള്ള കൂടുതൽ മേഖലകളിലേക്കും കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒരു മെച്ചപ്പെടുത്തൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.
മുംബൈയിലെ ഔറിക സ്കൈ സിറ്റിയും റൂം നവീകരണവും ഒക്കെ ചേർന്നതോടെ ശരാശരി റൂം നിരക്കിൽ വർധനവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ നേട്ടത്തിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളായിട്ടുള്ള G20 സബ്മിറ്റ്, അതോടൊപ്പം തന്നെ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്തിലൊക്കെ ഈ ഹോട്ടൽ മുറികൾക്കൊക്കെ ഇരട്ടി ചാർജുകളാണ് ഈടാക്കിയിരുന്നത്. അത്തരത്തിൽ ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പാദങ്ങളിലൊക്കെ തന്നെ മികച്ച ഒരു വരുമാനം കമ്പനിക്ക് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യൻ GDP 6.3%, 6.4% എന്നിങ്ങനെ വളരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഹോട്ടൽ ഡിമാൻഡ് ശക്തമായി തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനത്തിൽ 15.5% വർധനവും ലാഭത്തിൽ 35.6% ഒരു വളർച്ചയും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള ഈ ഒരു പ്രകടനം നിലവിലുള്ള പാൻഡമിക് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിന്റെ ഒരു പ്രതിരോധ ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത്. മുൻ പാദവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെമൺ ട്രീ ഹോട്ടൽസ് വരുമാനത്തിന്റെ കാര്യത്തിൽ 2.22% ഒരു വർധനയാണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായി പ്രധാനപ്പെട്ട സിറ്റികളിലും മറ്റ് അഫോർഡബിൾ സെഗ്മെന്റിലും ഒക്കെ കമ്പനിയുടെ പ്രോജക്ട്സ് ഒക്കെ ഇനി വരാനിരിക്കുകയുമാണ്. 2004 മെയ് മാസത്തിൽ 49 മുറികളുള്ള ആദ്യത്തെ ഹോട്ടൽ തുറന്ന കമ്പനിക്ക് നിലവിൽ ഇന്ത്യയിലും വിദേശത്തുമായി 64 ഡെസ്റ്റിനേഷനുകളിലായിട്ട് 100 ഹോട്ടലുകളിൽ 9700 മുറികൾ ഒക്കെയുള്ള ഒരു വലിയ സമുച്ചയം തന്നെയാണ് ലെമൺ ട്രീയെ സംബന്ധിച്ചിടത്തോളം പങ്കുവയ്ക്കാനുള്ളത്. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു പാരമ്പര്യമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഓരോ വർഷങ്ങളിലും തങ്ങളുടെ ഒരു നേട്ടം തുടർച്ചയായി കൈവരിക്കുകയും ചെയ്യുകയുമാണ്. 4 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2020 കോവിഡ് സമയത്തെ ഓഹരിയുടെ എക്കാലത്തെയും താഴ്ന്ന നിലവാരമായ 13.8 എന്നുള്ള ഒരു നിലയിൽ നിന്നും ലെമൺ ട്രീ ഹോട്ടൽസ് ഓഹരികൾ പിന്നീട് ഒരു കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിലവിൽ എക്കാലത്തെയും ഉയരമായ 135 രൂപയിലാണ് ഈ ഒരു ഓഹരി ഇന്ന് രാവിലെ മാർക്കറ്റ് ആരംഭിച്ചപ്പോൾ മുതൽ ട്രേഡ് ചെയ്യുന്നതും. കോവിഡ് സമയത്ത് 13.8 രൂപ എന്നുള്ള ഒരു നിലയ്ക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ലെമൺ ട്രീ ഹോട്ടൽസ് ഓഹരികൾ വാങ്ങിയിരുന്നെങ്കിൽ നിക്ഷേപത്തിന്റെ ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ ഏകദേശം 10 ലക്ഷത്തിനടുത്ത് വരും എന്നുകൂടി മനസ്സിലാക്കാം.